എല്ലാവർക്കും നെടുങ്ങപ്പുറ സ്നേഹ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അമ്മായിയപ്പനെ എങ്ങനെ ശരിപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. എല്ലാ അമ്മായിയപ്പന്മാരും ശല്യക്കാരല്ല കേട്ടോ. എന്നാൽ ചില അമ്മായിയപ്പന്മാർ ശല്യക്കാരുണ്ട്, ചില അമ്മായിയമ്മമാർ ശല്യക്കാരുണ്ട്, ചില ചേട്ടന്മാർ ശല്യക്കാരുണ്ട്, പിന്നെ ചില മുതലാളിമാർ ശല്യക്കാരുണ്ട്, തൊഴിലാളികളും ശല്യക്കാരുണ്ട്. ഇവരുടെ ശല്യത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു തലമാണ് ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സംഭവം പറയാം. ഒരു സഹോദരി തൊടുപുഴയിൽ നിന്ന് എന്നെ വിളിച്ചു. തൊടുപുഴയിൽ നിന്ന് വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറയുക, അച്ചു, അമ്മായിയപ്പൻ്റെ ഭയങ്കര ശല്യം. അതായത് രാവിലെ കാപ്പി ഉണ്ടാക്കാൻ ചെല്ലണ സമയത്താണ് അമ്മായിയപ്പൻ ശല്യപ്പെടുത്താൻ വരുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആരോട് പറയും? അമ്മയോട് പറഞ്ഞാൽ ആത്മഹത്യ, ഭർത്താവിനോട് പറഞ്ഞാൽ കൊലപാതകം. ഞാനിതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ കിടന്ന് വിഷമിക്കുകയാണ്, ഉറങ്ങാൻ പറ്റണില്ല. ഞാനിതെല്ലാം കേട്ടു. ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചില കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഞാൻ പറഞ്ഞു, അമ്മായിയപ്പന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത് ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ ദൈവം എന്നെ തോന്നിച്ചത് ഇതാണ്: അമ്മായിയപ്പൻ ശല്യത്തിന് വരുന്ന സമയത്ത് നേരെ അപ്പൻ്റെ നേരെ നോക്കിയിട്ട് ഉറക്കെ പറയുക, അപ്പ. ഇങ്ങനെ അങ്ങ് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ശല്യത്തിന് വന്നപ്പോൾ അമ്മായിയപ്പനോട് ഇവള് കടുത്ത ശക്തമായ ഭാഷയിൽ ഒരൊറ്റ അപ്പ വിളിച്ചു. അപ്പൻ ഒരൊറ്റ പൂക്ക് പോയിട്ട് പിന്നെ അപ്പൻ്റെ കൂടെ പോലും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഷോക്ക് തെറപ്പിയാണ്, മനഃശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഇത് പലയിടത്തും ഉപയോഗിക്കാനായിട്ട് ഞാൻ പലരോടും പറഞ്ഞ് പലരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ തൊഴിൽശാലകളിൽ ഇങ്ങനെ ശല്യത്തിന് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില ആൺപിള്ളേർ പെൺപിള്ളേരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന തലങ്ങളുണ്ട്. കുടുംബാംഗങ്ങൾ തന്നെയും പിന്നെ എന്നതാണ് ചേട്ടൻ അനിയൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് ശല്യപ്പെടുത്തുന്ന തലങ്ങളുണ്ട്. ഇങ്ങനെയുള്ളിടത്തെല്ലാം ഒരുപക്ഷെ ഉപയോഗിക്കാവുന്ന ഒരു ഷോക്ക് തെറപ്പിയാണ് ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് മനസ്സ വാച കർമ്മണ യാതൊന്നിലും സഹകരിക്കാതിരിക്കുക. അതൊക്കെ അടുത്തായിരിക്കും വരുന്നത്, സ്നേഹത്തോടു കൂടിയായിരിക്കും അടുത്ത് വരുന്നത്, പഞ്ചാര വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അല്പം അതിനോട് സഹകരിച്ചാൽ നമ്മൾ കെണിയിച്ചെന്ന് പോലും. ഇതുപോലെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളാണെങ്കിലും ആടിക്കുഴഞ്ഞുള്ള വർത്തമാനവും സംസാരവും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കറിയാം, ഈ നോർമലായിട്ടുള്ള ഒരു സഹോദരി, ഒരു പിന്നെ അമ്മ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഇങ്ങനെയുള്ള അവരുടെ ആ അടുപ്പം അല്ലെങ്കിൽ ആകേണ്ട വിധത്തിൽ നിന്ന് വ്യത്യസ്തമായ മോശമായ, കർത്താവ് പറഞ്ഞതുപോലെ ദുഷ്ടമായ കണ്ണുകളോടും ചിന്തകളോടും കൂടിയാണ് നോക്കുന്നതെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതിന് ഞാൻ പറയും, മരുന്നായിട്ട് പറയുന്ന 1 പ്രാർത്ഥന, 2 ശക്തമായ നിലപാടുകൾ, 3 ഷോക്കായിട്ടുള്ള ചില ഷോക്ക് തെറപ്പി പോലുള്ള തലങ്ങൾ, 4 മനസ്സ വാച കർമ്മണ ഇങ്ങനെയുള്ള തലങ്ങളുമായിട്ട് വ്യക്തികളോട് നമ്മൾ സഹകരിക്കാതിരിക്കുന്ന ഒരു മനോഭാവം, ഒരു ശക്തമായ തീരുമാനം, ദൃഢമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതുകൊണ്ട് പ്രിയ സഹോദരിമാർ, പ്രിയ സഹോദരന്മാർ, ഇങ്ങനെയുള്ള തിന്മയിലേക്ക് നിങ്ങളെ നയിക്കുന്നതിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം.